വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാർക്ക് ഡോക്യുമെന്റ്. എന്താണ് പാർക്ക് ഡോക്യുമെന്റ്? നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് GL പോസ്റ്റിങ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് വരും. നമുക്കൊരു MNC ആകുമ്പോഴത്തേക്കും അവിടെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വേറൊരു സ്പേസിലേക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വിൽ ബി യൂസിങ് പാർക്ക് ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോൾ സർട്ടൻ ഇൻവോയ്സസ് ഒക്കെ നമുക്ക് ഇതേപോലെ പാർക്ക് ചെയ്ത് വെക്കേണ്ടി വരും. സോ ആ പാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിംഗിൾ സ്ക്രീനിലോ ഡുവൽ സ്ക്രീനിലോ പാർക്ക് ചെയ്ത് വെക്കാം. പാർക്ക് ചെയ്യാനായിട്ട് ഐ വിൽ ബി യൂസിങ് ദ ട്രാൻസാക്ഷൻ കോഡ് FV50. FB50 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് GL പോസ്റ്റിംഗ് ഇൻ സിംഗിൾ സ്ക്രീൻ ആണ്. FV50 എന്ന് പറയുന്നത് പാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, പാർക്ക് ഡോക്യുമെന്റ്. സോ അപ്പോൾ ഒരു ഡോക്യുമെന്റ് നമ്മൾ പാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ കോഡിനകത്ത് വേണം പോകാനുള്ളത്. സോ FV50നകത്ത് ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സ് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ലെറ്റ്സ് കൺസിഡർ ഒരു പെർട്ടിക്കുലർ പർച്ചേസ് ഇൻവോയ്സ് ഞാൻ എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സ് ഞാനിപ്പോൾ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഐ വിൽ ബി ഫസ്റ്റ് സ്പെസിഫൈങ് ദ ഡോക്യുമെന്റ് ഡേറ്റ് ഹിയർ. ഐ വിൽ ബി സ്പെസിഫൈങ് പ്രസന്റ് ഡേറ്റ്. And document header text I will be giving purchase made, and ഇവിടെ journal entry പാസ് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് അക്കൗണ്ട് ഇവിടെ GL അക്കൗണ്ട് സെർച്ച് ചെയ്യുന്നു and I will be giving purchase account here. Purchase account, and purchase account എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ്. കാരണം purchase account debtor to accounts payable ആണല്ലോ. സോ purchase account ഞാൻ അവിടെ ഡെബിറ്റ് ചെയ്യുന്നു. എമൗണ്ട് ഞാനിപ്പോൾ ഒരു 1,24,000 സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, 1,24,000 സ്പെസിഫൈ ചെയ്യുന്നു. എമൗണ്ട് 1,24,000 ആൻഡ് ടെക്സ്റ്റ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു, പർച്ചേസ് മെയ്ഡ്. ഓക്കെ, GL അക്കൗണ്ട് സെക്കൻഡ് GL ഏതാ കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇതിനെയാണ്, അക്കൗണ്ട്സ് പേയബിളിനെ. സോ അക്കൗണ്ട് സെർച്ച് ചെയ്യുക ആൻഡ് അക്കൗണ്ട്സ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, എമൗണ്ട് വിൽ ബി സ്റ്റാർ ആൻഡ് ടെക്സ്റ്റ് വിൽ ബി പ്ലസ്. സോ എമൗണ്ട് കോപ്പി ചെയ്യാനായിട്ട് സ്റ്റാറും ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് പ്ലസും ഞാനിവിടെ സ്പെസിഫൈ ചെയ്തു. ഷോർട്ട് കട്ട്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സേവ് പാർക്ക്ഡ് ഡോക്യുമെന്റ്. നമുക്കിവിടെ പോസ്റ്റ് വരത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ട്രാൻസാക്ഷൻ കോഡ് എന്ന് പറയുന്നത് FV50 ആണ്. FV50 എന്ന് പറയുമ്പോൾ പാർക്ക് GL അക്കൗണ്ട് ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പേസിലേക്ക് ഞാനൊരു ഡോക്യുമെന്റ് പാർക്ക് ചെയ്ത് വെക്കുന്നു, മാറ്റി വെക്കുന്നു. ഓക്കെ, സേവ് പാർക്ക്ഡ് ഡോക്യുമെന്റ്. സോ ഡോക്യുമെന്റ് 28TE01 വാസ് പാർക്ക്ഡ്. പോസ്റ്റഡ് അല്ല വരുന്നത്, പാർക്ക്ഡ് ആണ് വരുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻവോയ്സ് റിലേറ്റഡ് എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നത്, എത്ര രൂപയാണ്, അത് എന്ത് ബേസിസിലാണ് വന്നത് എന്നുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഹയർ അതോറിറ്റീസിന് കിട്ടുകയും ചെയ്യും. സോ ആ ഒരു പാർക്ക് ഡോക്യുമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലത്തെ SAP റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.